ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് ബായ്, നമ്മുടെ ആളുകൾ പലരും ജയിലിലാണ്. കുറച്ചാളുകളെ അവൻ കൊല്ലുകയും ചെയ്തു. അവരാരാടാ? അവരൊരു നാട്ടിൻപുറത്ത് സാധാരണക്കാരനെന്ന് പറഞ്ഞത്. ഡാഡാ, ഞാൻ ഈ പണി തുടങ്ങിയിട്ടേ വർഷം കുറയായി. ഡ്രഗ്സ് വിൽക്കുന്ന പിള്ളേർ വഴിയായി അവർ ബായിയെ പൂട്ടി. ബായി വഴി അവർ നിന്റെ ടീമിലും എത്തി. അവൻ വെറും ഒരു സാധാരണക്കാരനല്ല. അവൻ്റെ അടുത്ത ടാർഗറ്റ് ഞാനായിരിക്കും. അവൻ എന്നെ തേടി വരുന്നതിന് മുമ്പ് അവന് എനിക്ക് വേണം. 24 മണിക്കൂർ സമയം നിനക്ക് ഞാൻ തരുന്നു. അതിനുള്ളിൽ അവൻ ഇവിടെ എത്തിയിരിക്കണം. അവനെ കിട്ടിയില്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ട ആരെയെങ്കിലും ഇവിടെ എത്തിച്ചിരിക്കണം. ഞാൻ കൊണ്ടുവരും ബൈ. ഈ ജോലി ഡെമോക്രസിന്റെ വാള് പോലെയാണ്. സുഖങ്ങളോടൊപ്പം മരണവും കൂടെ ഉണ്ടായിരിക്കും. ഇതൊരു തീക്കളിയല്ലേ? എന്തും ചെയ്യാൻ മടിക്കാത്ത അവരുടെ അടുത്തേക്ക് അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്. നമുക്ക് മസൂദിലേക്ക് എത്താൻ മറ്റൊരു മാർഗവുമില്ല. She knows exactly what she is doing. She will be completely safe. I assure it. എന്നാലും Don't worry. നീ ഇതിന്റെ പുറകിൽ കാണുന്ന കടല് കണ്ട? അതിൽ കാണുന്നത് വെറും വെള്ളമല്ല. എന്നെ ഞാനാക്കിയ എൻ്റെ പാതയാണ്. ഇത് എൻ്റെ സാമ്രാജ്യമാണ്. ഞാനിവിടുത്തെ രാജാവ്. എൻ്റെ പേര് കേട്ടാൽ പേടിക്കും. എൻ്റെ മുഖം കണ്ടാൽ ഓടി ഒളിക്കും ഇവിടെയുള്ള ഓരോ നാട്ടുകാരും. പോലീസ്, കസ്റ്റംസ്, പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന എൻ്റെ കളിപ്പാവകൾ. ചാവാതിരിക്കണമെങ്കിൽ നീ പറഞ്ഞോ. അവരൊക്കെ എവിടെയുണ്ട്? അവരിവിടെ തന്നെയുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നിങ്ങളുടെ തൊട്ടടുത്ത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ എന്നെ പിടിച്ചിട്ട് വന്നതാണെന്നോ? തൻ്റെ ബിൽഡിങ് പോലീസും കോസ്റ്റ് ഗാർഡും വളഞ്ഞിരിക്കുകയാണ്. മസൂദ് ബായ്, ഗോൾഡൻ ക്രസന്റ് വഴി വരുന്ന മയക്കുമരുന്നിന്റെ കേരളത്തിലെ ഡീലർ. നിന്നിലേക്ക് എത്താൻ ഞങ്ങൾക്കൊരു വഴി വേണമായിരുന്നു, തെളിവോടെ. മസൂദ് ഭായ്, നിന്റെ പടർന്ന് പന്തലിച്ച കൊമ്പുകളെല്ലാം വെട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആരാണ് നിങ്ങൾ? ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞതിന് മുമ്പ് മറ്റൊരാളെ കുറിച്ച് പറയാം. നീയും നിന്റെ കൂട്ടാളികളും കൂടി കഴിഞ്ഞ ദിവസം ഒരാൾ ഇല്ലാതാക്കിയില്ലേ? അത് ദിജീഷ്, SI ദിജീഷ്, അണ്ടർ കവർ സ്പെഷ്യലിസ്റ്റ്. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അരുന്ധതി. ഞാൻ ഫീൽഡ് ഓപ്പറേഷൻ ചീഫ് CI പ്രഭാകർ. ഇത് ഞങ്ങളുടെ ലീഡർ ACP സൂര്യകിരൺ. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരള തീരങ്ങളിലേക്ക് എത്തിയത് 10 കണക്കിന് ഡ്രഗ്സ് ആണ്. അതിൻ്റെയൊക്കെ പിന്നിൽ നിന്റെ ഈ കറുത്ത കൈകളുണ്ടായിരുന്നു. പക്ഷെ നിന്റെ അടുത്തേക്ക് എത്താനുള്ള തെളിവുകളൊക്കെ നീ മാറ്റി കളഞ്ഞു. അതിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും പലരും നിന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം ഇവൻ അങ്ങോട്ട് പോട്ടെ, ഞങ്ങളുടെ SI പോയോടത്തേക്ക്. ഇത് ഞങ്ങൾ ചെയ്തൊരു അണ്ടർ കവർ ഓപ്പറേഷൻ ആയിരുന്നു. അതിൽ നീ വന്ന് ചാടി. നിന്നെ ചാടിച്ചു ഞങ്ങൾ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തലമുറകളോളം ജീവിക്കാനുള്ള പണം ഞാൻ നിങ്ങൾക്ക് തരാം. താൻ കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് മരിച്ചവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമോ? അവരെ ഓർത്ത് നീറി നീറി ജീവിക്കുന്ന അമ്മമാരുടെ വേദന മാറ്റിക്കൊടുക്കാൻ എനിക്ക് പറ്റുമോ? നിനക്കതിനൊന്നും സാധിക്കില്ല. പണമുണ്ടാക്കാൻ പാവപ്പെട്ട കുട്ടികളെ നീ ഉപകരണമാക്കി. തെറ്റല്ലടാ അത്. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂർ പോലും നിങ്ങൾക്ക് എന്നെ ജയിലിൽ കിടത്താൻ പറ്റില്ല. പറന്നിറങ്ങും സുപ്രീം കോർട്ട് വക്കീലന്മാർ. ഡ്രഗ്സ് നൽകി നീ നശിപ്പിച്ച ഈ നാട്ടിലെ യുവത്വത്തിന്റെ വേദനയിൽ നിന്ന്, അവരുടെ അമ്മമാരുടെ ഒരിക്കലും തീരാത്ത കണ്ണുനീരിൽ നിന്ന് നിന്റെ ഈ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താനായിട്ട് പറന്നിറങ്ങൂടേക്ക് സുപ്രീം കോർട്ട് വക്കീലന്മാരും പിന്നെ അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളിലും ജീവിച്ച് നിനക്ക് വേണ്ടി പണിയെടുക്കുന്ന നിന്റെ കള്ളക്കടത്ത് കൂട്ടാളികളും. ഇവർക്ക് ആർക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. മസൂദ് ഭായ് എന്ന ലോകം ഇവിടെ അവസാനിക്കുക. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നീ ഉണ്ടാക്കിയ പണത്തിനും ആ പണം കൊണ്ട് നേടിയ ഒരു ശക്തിക്കും നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനാവില്ല. നീയും നിന്നെപ്പോലുള്ളവരും അർഹിക്കുന്ന അവസാനം. 2 കൈയും 2 കാലും വെട്ടിയെടുത്തിട്ട് ജീവിക്കാൻ വിടാന്ന് പറഞ്ഞു CI സാറ്. പക്ഷെ നീ അതുപോലും അർഹിക്കുന്നില്ല. കാരണം നീ ഇല്ലാതാക്കിയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരെ പോലെ നീയും ഇല്ലാതാവണം. ഒരാളെ കൊന്ന അവൻ ഹീറോ, അവനെ വാഴ്ത്താൻ വരും മാധ്യമങ്ങൾ. എന്നാൽ അതിൻ്റെ 10 ഇരട്ടി ചങ്കുറ്റമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അവരൊരാളെയും കൊല്ലില്ല, അവർ ജീവിച്ച് കാണിക്കും, ഏത് പ്രതിസന്ധിയിലും തളരാതെ. നിന്റെ മരണം അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്.